ശാന്തി 16/4/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൻ്റെ അവസ്ഥ നോക്കൂ. ഒരു ബാബയോട് മാത്രം ഹൃദയം ചേരുന്നുവോ, അതോ ഏതെങ്കിലും കർമ്മ സംബന്ധങ്ങളോട് ഹൃദയം ചേർന്നിരിക്കുകയാണോ? ചോദ്യം: തൻ്റെ മംഗളം ചെയ്യുന്നതിന് വേണ്ടി ഏത് 2 കാര്യങ്ങളുടെ കണക്ക് ദിവസവും നോക്കേണ്ടത് ആവശ്യമാണ്? ഉത്തരം: യോഗത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും കണക്ക് ദിവസവും നോക്കൂ. പരിശോധിക്കൂ, ഏതെങ്കിലും ഡിസ്സർവീസ് ചെയ്തില്ലല്ലോ. സദാ തൻ്റെ മനസ്സിനോട് ചോദിക്കൂ, നമ്മൾ ബാബയെ എത്ര ഓർമ്മിക്കുന്നുണ്ട്? തൻ്റെ സമയം എപ്രകാരമാണ് സഫലമാക്കുന്നത്? മറ്റുള്ളവരെ നോക്കുന്നില്ലല്ലോ. ആരുടെയെങ്കിലും നാമരൂപങ്ങളിൽ ഹൃദയം ചേർന്നിരിക്കുകയല്ലോ. ഗീതം: മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. ഇത് ആരാണ് പറഞ്ഞത്? പരിധിയില്ലാത്ത ബാബ പറഞ്ഞു, ഹേ ആത്മാക്കളെ എന്ന്. പ്രാണി എന്നാൽ ആത്മാവ്. ആത്മാവ് വേർപെട്ടു, അതായത് പ്രാണൻ വേർപെട്ടു എന്ന് പറയുന്നുവല്ലോ. ഇപ്പോൾ ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരികയാണ്. ഹേ ആത്മാക്കളെ, ഓർമ്മിക്കൂ. ഈ ജന്മത്തെ മാത്രം നോക്കിയാൽ പോരാ. എന്നാൽ എപ്പോൾ മുതൽ നിങ്ങൾ തമോ പ്രധാനമായോ അപ്പോൾ പടികൾ ഇറങ്ങി വന്നു പതീതമായി. അപ്പോൾ തീർച്ചയായും പാപം ചെയ്തിട്ടുണ്ടാകും. ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. എത്ര ജന്മജന്മാന്തരങ്ങളിലെ പാപം ശിരസിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് എങ്ങനെ അറിയാൻ കഴിയും? സ്വയം നോക്കണം, നമുക്ക് എത്രത്തോളം യോഗം ഉണ്ടാകുന്നു എന്ന്. ബാബയോട് എത്ര നല്ല രീതിയിൽ യോഗം ഉണ്ടാകുമോ അത്രയും വികർമ്മം വിനാശമാകും. ബാബ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർമ്മിക്കും എങ്കിൽ ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ബാബയുമായിട്ടുള്ള യോഗം എത്ര നിലനിൽക്കുന്നു എന്ന് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും നോക്കണം. എത്ര നമ്മൾ യോഗം ചേർക്കുമോ, പവിത്രമാകുമോ, പാപം മുറിഞ്ഞുകൊണ്ടിരിക്കും, യോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പവിത്രമാവുകയില്ല എങ്കിൽ യോഗവും ഉണ്ടാവുകയില്ല. മുഴുവൻ ദിവസത്തിലും 15 മിനിറ്റ് പോലും യോഗത്തിൽ ഇരിക്കാത്ത പലരുമുണ്ട്. സ്വയം തന്നോട് ചോദിക്കണം, എൻ്റെ ഹൃദയം ശിവബാബയോടാണോ അതോ ദേഹധാരിയോടാണോ? കർമ്മ സംബന്ധികളോടോ മറ്റോ ആണോ? കുട്ടികൾക്കായിരിക്കുമല്ലോ മായ കൊടുങ്കാറ്റ് കൊണ്ടുവരുന്നത്. സ്വയവും മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ അവസ്ഥ എങ്ങനെയുള്ളതാണ്. ശിവബാബയോട് പ്രിയം തോന്നുന്നുവോ അതോ ഏതെങ്കിലും ദേഹധാരിയോടോ? കർമ്മ സംബന്ധികളോടോ മറ്റോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം നമ്മുടെ വികർമ്മം വളരെയധികമുണ്ട് എന്ന്. അതിലൂടെ മായ കുഴിയിലിടുന്നു. നമ്മൾ പാസ്സാകുമോ ഇല്ലയോ, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് സ്റ്റുഡൻറ്റിന് ഉള്ളിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമ്പർ വാർ ആണല്ലോ. ആത്മാവിന് തൻ്റെ മംഗളം ചെയ്യേണ്ടതുണ്ട്. ബാബ ഡയറക്ഷൻസ് തരുന്നു. നിങ്ങൾ പുണ്യ ആത്മാവായി ഉയർന്ന പദവി നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ പവിത്രതയാണ് ഫസ്റ്റ്. വന്നതും പവിത്രമായാണ്, പോകേണ്ടതും പവിത്രമായാണ്. പതീതർക്ക് ഒരിക്കലും ഉയർന്ന പദവി നേടുവാൻ കഴിയില്ല. സദാ തൻ്റെ മനസ്സിനോട് തന്നെ ചോദിക്കണം, നമ്മൾ ബാബയെ എത്ര ഓർമ്മിക്കുന്നു, നമ്മൾ എന്താണ് ചെയ്യുന്നത്?
പിന്നിലിരിക്കുന്ന സ്റ്റുഡൻറ്റിന് കുറ്റബോധമുണ്ടാകും എന്നത് തീർച്ചയാണ്. പുരുഷാർത്ഥം ചെയ്യുന്നത് ഉയർന്ന പദവി നേടാനാണ്. എന്നാൽ പെരുമാറ്റവും അങ്ങനെയുള്ളത് ആവശ്യമാണല്ലോ. ബാബയെ ഓർമ്മിച്ച് തൻ്റെ ശിരസിൽ നിന്നും പാപങ്ങളുടെ ഭാരം ഇറക്കണം. ഓർമ്മയിലൂടെ അല്ലാതെ നമുക്ക് പാപങ്ങളുടെ ഭാരത്തെ ഇറക്കുവാൻ കഴിയില്ല. അപ്പോൾ ബാബയോട് എത്ര യോഗം ഉണ്ടായിരിക്കേണ്ടതാണ്. ഉയർന്നതിലും ഉയർന്ന ബാബ വന്ന് പറയുന്നു, പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. സമയം സമീപത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ മേലും ഉറപ്പില്ല. അപ്രതീക്ഷിതമായി തന്നെ എങ്ങനെയെല്ലാമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അകാല മൃത്യുവിൻ്റെ ഫുൾ സീസണാണ്. അതിനാൽ ഓരോരുത്തരും സ്വയം പരിശോധിച്ച് തൻ്റെ മംഗളം ചെയ്യണം. മുഴുവൻ ദിവസത്തെയും കണക്ക് നോക്കണം, യോഗത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും. നമ്മൾ മുഴുവൻ ദിവസത്തിലും എത്ര പാപം ചെയ്തു. മനസ്സിലും വാക്കിലുമാണ് ആദ്യം വരുന്നത്, പിന്നെ കർമ്മത്തിൽ വരുന്നു. നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യണം എന്ന് കുട്ടികൾക്കിപ്പോൾ റൈറ്റിയസ് ബുദ്ധി ലഭിച്ചിട്ടുണ്ട്. ആരെയും ചതിച്ചില്ലല്ലോ, വെറുതെ അസത്യം പറഞ്ഞില്ലല്ലോ, ഡിസ്സർവീസ് ചെയ്തില്ലല്ലോ. ആരുടെയെങ്കിലും നാമരൂപത്തിൽ ആരെങ്കിലും കുടുങ്ങുന്നുവെങ്കിൽ യജ്ഞപിതാവിൻ്റെ നിന്ന ഉണ്ടാക്കുകയാണ്. ബാബ പറയുന്നു, ആരെയും ദുഃഖിപ്പിക്കാതിരിക്കൂ, ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കൂ. വളരെ ശക്തമായ ഈ ചിന്ത ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മയിലിരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ഗതിയുണ്ടാകും? ഈ സമയത്ത് അശ്രദ്ധമായി ഇരിക്കുകയാണെങ്കിൽ പിന്നീട് വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരും. ആരാണോ ലഘുവായ പദവി നേടേണ്ടവർ അവർ ലഘുവായ പദവി തന്നെ നേടും എന്നും മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ബാബയെ ഓർമ്മിക്കൂ എന്ന മന്ത്രം എല്ലാവർക്കും നൽകണം. കുട്ടികൾക്ക് ലക്ഷ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ലോകത്തിലുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെതാണ് ഏറ്റവും ആദ്യത്തെ മുഖ്യ കാര്യം. രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു. ദിവസവും ഏതെങ്കിലുമൊക്കെ പുതിയ പോയിന്റ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നൽകപ്പെടുന്നു. വിരാട് രൂപത്തിൻ്റെ ചിത്രം ഉണ്ട്. ഇതിനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ കഴിയും. എങ്ങനെ വർണ്ണങ്ങളിൽ വരുന്നു എന്നതും ഏണിപ്പടിയുടെ സമീപത്ത് വയ്ക്കേണ്ട ചിത്രമാണ്. ആർക്ക് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കാം എന്ന ചിന്ത മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കട്ടെ. സേവനം ചെയ്യുന്നതിലൂടെയും ബാബയുടെ ഓർമ്മ നിലനിൽക്കും. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. തൻ്റെയും മംഗളം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ മേൽ 63 ജന്മങ്ങളുടെ പാപം ഉണ്ട് എന്ന് ബാബ മനസ്സിലാക്കിച്ചു തന്നു. പാപം ചെയ്ത് സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനം ആയിരിക്കുന്നു. ഇപ്പോൾ എൻ്റേതായ ശേഷം ഏതെങ്കിലും പാപകർമ്മം ചെയ്യാതിരിക്കൂ. അസത്യം, ആസുരീയ കാര്യങ്ങൾ, കുടുംബം തകർക്കുക, കേട്ട് കേൾവിയുടെ കാര്യങ്ങളിൽ വിശ്വസിക്കുക. ഈ വഞ്ചനയുടെ കാര്യം വളരെ നഷ്ടം വരുത്തുന്ന ഒന്നാണ്. ബാബയുമായുള്ള യോഗത്തെ മുറിക്കുന്നു. അപ്പോൾ എത്ര പാപമായി. ഗവൺമെൻറ്റിൻ്റെയും വഞ്ചകരുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കാര്യം
ഏതെങ്കിലും ശത്രുവിനെ കേൾപ്പിച്ച് വലിയ നഷ്ടമുണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ അവർക്ക് വളരെ കടുത്ത ശിക്ഷ ലഭിക്കുന്നു. അതിനാൽ കുട്ടികളുടെ മുഖത്തു നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ പുറത്തു വരണം. തലതിരിഞ്ഞ സമാചാരവും പരസ്പരം ചോദിക്കുവാൻ പാടില്ല. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ബാബയുമായി യോഗം ചേർക്കുന്നത്? ആർക്ക് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു? മുഴുവൻ ദിവസവും ഈ ചിന്ത ഉണ്ടായിരിക്കണം. ചിത്രങ്ങളുടെ മുന്നിൽ പോയി ഇരിക്കണം. നിങ്ങളുടെ ബുദ്ധിയിൽ നോളജ് ഉണ്ടല്ലോ. ഭക്തി മാർഗത്തിലാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള ചിത്രങ്ങളെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. യാതൊന്നും തന്നെ അറിയുന്നില്ല. അന്ധവിശ്വാസവും മൂർത്തി പൂജയും ഈ കാര്യങ്ങളിൽ ഭാരതം പ്രശസ്തമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ എത്ര പ്രയത്നിക്കുന്നു? പ്രദർശിനിയിൽ എത്ര മനുഷ്യർ വരുന്നു? പല പല പ്രകാരത്തിലുള്ളവർ ഉണ്ട്. ഇത് കാണുവാനും മനസ്സിലാക്കുവാനും യോഗ്യമായതാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നു. കാണും, പിന്നെ സെന്ററിൽ ഒരിക്കലും പോകുന്നില്ല. പ്രതിദിനം ലോകത്തിൻ്റെ അവസ്ഥയും മോശമായിക്കൊണ്ടിരിക്കുന്നു. കലഹങ്ങൾ ധാരാളമുണ്ട്. വിദേശത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? കാര്യം ചോദിക്കുകയേ വേണ്ട. എത്ര മനുഷ്യർ മരിക്കുന്നു. തമോ പ്രധാന ലോകമാണല്ലോ. ബോംബുകൾ നിർമ്മിക്കുവാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ അവർ പറയുന്നു, നിങ്ങളുടെ പക്കൽ വളരെയധികം വച്ചിട്ടുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് നിർമ്മിച്ചുകൂടാ? ഇല്ലെങ്കിൽ അടിമയായി കഴിയേണ്ടി വരും. ഏതെല്ലാം അഭിപ്രായങ്ങൾ വരുന്നുവോ അവ വിനാശത്തിനു വേണ്ടിയാണ്. വിനാശം സംഭവിക്കുക തന്നെ വേണം. ശങ്കർ പ്രേരിപ്പിക്കുന്നവനാണ് എന്ന് പറയുന്നു. എന്നാൽ ഇതിൽ പ്രേരണയുടെയും മറ്റും കാര്യമില്ല. നമ്മളാകട്ടെ ഡ്രാമ അനുസരിച്ചാണ് നിൽക്കുന്നത്. മായ വളരെ തീവ്രമാണ്. എൻ്റെ കുട്ടികളെയും വികാരത്തിലേക്ക് വീഴ്ത്തുന്നു. ദേഹത്തോട് പ്രീതി വയ്ക്കാതിരിക്കൂ, നാമരൂപങ്ങളിൽ കുടുങ്ങാതിരിക്കൂ എന്ന് എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ മായയും ഇങ്ങനെ തമോ പ്രധാനമാണ്, ദേഹത്തിൽ കൊടുക്കുന്നു. ഉടനടി മൂക്കിൽ പിടിക്കുന്നു, അറിയുവാൻ കഴിയുന്നില്ല. ബാബ എത്ര മനസ്സിലാക്കിച്ചു തരുന്നു, ശ്രീമത്തനുസരിച്ച് നടക്കൂ എന്ന്. പക്ഷേ നടക്കുന്നില്ല. രാവണന്റെ മതം ഉടനടി ബുദ്ധിയിൽ വരുന്നു. രാവണൻ ജയിലിൽ നിന്നും വിടുന്നില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ, ബാബയെ ഓർമ്മിക്കൂ. നമ്മളിതാ പോവുകയാണ്. പകുതി കൽപ്പത്തെ രോഗത്തിൽ നിന്നും നമ്മൾ മുക്തമാകുന്നു. അവിടെയാണെങ്കിൽ നിരോഗി ശരീരമാണ്, ഇവിടെയാകട്ടെ എത്ര രോഗിയാണ്. ഇത് രൗരവ നരകമാണ്. ലോകർ ഗരുഡ പുരാണം പഠിക്കുന്നു. എന്നാൽ പഠിക്കുന്നവർക്ക് അഥവാ കേൾക്കുന്നവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ബാബ സ്വയം പറയുന്നു, മുൻപ് ഭക്തിയുടെ എത്ര ലഹരിയുണ്ടായിരുന്നു. ഭക്തിയിലൂടെ ഭഗവാനെ ലഭിക്കും എന്നത് കേട്ട് സന്തോഷിച്ച് ഭക്തി ചെയ്തുകൊണ്ടേയിരുന്നു. പതീതമാകുമ്പോഴാണ് ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുന്നത്. ഭക്തി ചെയ്യുന്നു, ഇത് നല്ലത് തന്നെ. എന്നാൽ പിന്നെ ഭഗവാനെ എന്തിനു വേണ്ടിയാണ് ഓർമ്മിക്കുന്നത്? ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം തരും എന്ന് മനസ്സിലാക്കുന്നു. എന്തു ഫലം തരും എന്ന് ആർക്കും അറിയില്ല. ബാബു പറയുന്നു, ഗീത പഠിക്കുന്നവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം.
അത് നമ്മുടെ ധർമ്മത്തിൻ്റെതാണ്. ആദ്യത്തെ മുഖ്യ കാര്യമാണ് ഗീതയിൽ ഭഗവാനുവാച ആണ്. ഗീതയുടെ ഭഗവാൻ ആരാണ്? ഭഗവാന്റെ പരിചയം ആവശ്യമാണല്ലോ. ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മനുഷ്യർ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളെ എത്ര ഭയപ്പെടുന്നു, ഭക്തി എത്ര നല്ലതായി തോന്നുന്നു. ജ്ഞാനത്തിൽ നിന്നും 3 മൈൽ ദൂരെ ഓടിപ്പോകും. പാവനമാകുന്നത് നല്ലതാണ്. ഇപ്പോൾ പാവന ലോകത്തിൻ്റെ സ്ഥാപനയും പതീത ലോകത്തിൻ്റെ വിനാശവും സംഭവിക്കേണ്ടതുണ്ട്. എന്നാൽ തീർത്തും കേൾക്കുന്നില്ല. ബാബയുടെ ഡയറക്ഷനാണ് ഹിയർ നോ ഈവിൾ. മായ പിന്നെ പറയുന്നു ബാബയുടെ കാര്യങ്ങൾ കേൾക്കരുത് എന്ന്. മായയുടെ ഡയറക്ഷനാണ് ശിവ് ബാബയുടെ ജ്ഞാനമതം കേൾക്കരുത്. ബുദ്ധിയിൽ നിലനിൽക്കാത്ത വിധം മായ ശക്തമായി ചാട്ട കൊണ്ട് അടിക്കുന്നു. ബാബയെ ഓർമ്മിക്കുവാൻ തന്നെ കഴിയുന്നില്ല. ബന്ധുമിത്രാദികളുടെയും ദേഹധാരികളുടെയും ഓർമ്മ വരുന്നു. ബാബയുടെ ആജ്ഞ മാനിക്കുന്നില്ല. ബാബ പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ. പിന്നെ ആജ്ഞ അനുസരിക്കാത്തവരായി പറയുന്നു നമുക്ക് ഇന്ന ആളുടെ ഓർമ്മ വരുന്നു എന്ന്. ഓർമ്മ വരുന്നുവെങ്കിൽ വീണു പോകും. ഈ കാര്യങ്ങളോട് വെറുപ്പ് തോന്നണം. ഇത് പൂർണ്ണമായും മോശമായ ലോകമാണ്. നമുക്ക് വേണ്ടിയാകട്ടെ പുതിയ സ്വർഗം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങൾക്ക് ബാബയുടെയും സൃഷ്ടിചക്രത്തിൻ്റെയും പരിചയം ലഭിച്ചു. അപ്പോൾ പഠനത്തിൽ മാത്രം മുഴുകേണ്ടതാണ്. ബാബ പറയുന്നു തൻ്റെ ഉള്ളിൽ നോക്കൂ, നാരദൻ്റെയും ഉദാഹരണം ഉണ്ടല്ലോ. നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് സ്വയം നോക്കൂ എന്ന് ബാബയും പറയുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഭസ്മമാകുന്നത്. ഏതൊരു സാഹചര്യത്തിലും ശിവ് ബാബയെ ഓർമ്മിക്കണം. മറ്റാരോടും സ്നേഹം വയ്ക്കരുത്. അന്തിമത്തിൽ ശിവ് ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്നും മാറണം. ശിവ് ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കണം. സ്വദർശന ചക്രത്തിൻ്റെ ജ്ഞാനവും വേണം. സ്വദർശന ചക്രധാരി ആരാണ്? ഇതും ആർക്കും അറിയില്ല. ബ്രാഹ്മണർക്കും ഈ ജ്ഞാനം നൽകിയത് ആരാണ്? ബ്രാഹ്മണരെ ഈ സ്വദർശന ചക്രധാരിയാക്കുന്നത് ആരാണ്? ബിന്ദുവായ പരംപിത പരമാത്മാവ്. എങ്കിൽ പരമാത്മാവും സ്വദർശന ചക്രധാരിയാണോ? അതെ. ആദ്യം ആ ഒന്നാണ് ആയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ബ്രാഹ്മണരെ ആര് ആക്കുവാനാണ്? മുഴുവൻ രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ആ ഒന്നിൽ ഉണ്ട്. നിങ്ങളുടെ ആത്മാവിലും ഉണ്ട്. അതും ആത്മാവാണ്. ഭക്തി മാർഗത്തിൽ വിഷ്ണുവിനെ ചക്രധാരിയാക്കി മാറ്റി. നമ്മൾ പറയുന്നു പരമാത്മാവ് ത്രികാലദർശിയാണ്, ത്രിമൂർത്തിയാണ്, ത്രിനേത്രിയാണ്. ആ ഒന്ന് നമ്മളെ സ്വദർശന ചക്രധാരിയാക്കി മാറ്റുന്നു. അതും തീർച്ചയായും മനുഷ്യ ശരീരത്തിൽ വന്നായിരിക്കും കേൾപ്പിക്കുക. രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം തീർച്ചയായും രചയിതാവ് തന്നെ കേൾപ്പിക്കുമല്ലോ. രചയിതാവിൻ്റെ അറിവും ആർക്കും ഇല്ല. അപ്പോൾ രചനയുടെ ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കുവാനാണ്? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ശിവ് ബാബ തന്നെയാണ് സ്വദർശന ചക്രധാരി, ജ്ഞാനത്തിൻ്റെ സാഗരം. ബാബയ്ക്കറിയാം നമ്മൾ എങ്ങനെ ഈ 84ൻ്റെ ചക്രത്തിൽ വരുന്നു എന്ന്. സ്വയം പുനർജന്മം എടുക്കുന്നില്ല. ബാബയ്ക്ക് ജ്ഞാനമുണ്ട്, അത് നമ്മളെ കേൾപ്പിക്കുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ശിവ് ബാബ സ്വദർശന ചക്രധാരിയായി. ശിവ് ബാബ തന്നെയാണ് നമ്മളെ സ്വദർശന ചക്രധാരിയാക്കി മാറ്റുന്നത്, പാവനമാക്കി മാറ്റുന്നത്. കാരണം
പതീത പാവനൻ ആ ഒന്നാണ്, രചയിതാവും ആ ഒന്നാണ്. ബാബ കുട്ടികളുടെ ജീവിതത്തെ അറിയുന്നുവല്ലോ. ശിവബാബ ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിക്കുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണല്ലോ. നിങ്ങളും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യൂ. ബാബ പഠിപ്പിക്കുന്നു, പിന്നെ പറയുന്നു മറ്റുള്ളവരെയും പഠിപ്പിക്കൂ. അപ്പോൾ ശിവബാബ തന്നെയാണ് നിങ്ങളെ സ്വദർശന ചക്രധാരിയാക്കി മാറ്റുന്നത്. പറയുന്നു, എനിക്ക് സൃഷ്ടി ചക്രത്തിൻ്റെ ജ്ഞാനം ഉണ്ട്, അതിനാലാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ 84 ജന്മം എങ്ങനെയാണ് എടുക്കുന്നത്? ഈ 84 ജന്മങ്ങളുടെയും കഥ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കുമെങ്കിലും ചക്രവർത്തി രാജാവ് ആകുവാൻ കഴിയും. ഇതാണ് ജ്ഞാനം. പിന്നെ യോഗത്തിലൂടെയാണ് പാപം മുറിയുന്നത്. മുഴുവൻ ദിവസത്തെയും കണക്ക് എടുക്കൂ. ഓർമ്മിക്കുന്നതേ ഇല്ല എങ്കിൽ എന്ത് കണക്കാണ് എടുക്കുക? മുഴുവൻ ദിവസത്തിലും എന്തെല്ലാമാണ് ചെയ്തത് എന്നത് ഓർമ്മയുണ്ടായിരിക്കുന്നുവല്ലോ. എത്ര ശാസ്ത്രങ്ങൾ പഠിച്ചു, എത്ര പുണ്യം ചെയ്തു എന്ന് തൻ്റെ കണക്കെടുക്കുന്ന മനുഷ്യരുമുണ്ട്. നിങ്ങൾ പറയും, എത്ര സമയം ഓർമ്മിച്ചു, എത്ര സന്തോഷത്തിൽ വന്ന് ബാബയുടെ പരിചയം നൽകി എന്ന്. ബാബയിലൂടെ ഏത് പോയിന്റ്സ് ലഭിക്കുന്നുവോ അത് ഓരോ നിമിഷവും മനനം ചെയ്യൂ. ഏതൊരു ജ്ഞാനം ലഭിച്ചുവോ അത് ബുദ്ധിയിൽ ഓർമ്മയിൽ വയ്ക്കൂ. ദിവസവും മുരളി പഠിക്കൂ. അതും വളരെ നല്ലതാണ്. മുരളിയിൽ എന്ത് പോയിന്റ്സ് ഉണ്ടോ അത് ഓരോ നിമിഷവും മനനം ചെയ്യണം. ഇവിടെ കഴിയുന്നവരെക്കാൾ പുറത്ത് വിദേശത്ത് കഴിയുന്നവർ കൂടുതൽ ഓർമ്മയിലിരിക്കുന്നു. ബന്ധനസ്ഥരായ എത്ര പേരുണ്ട്, ബാബയെ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല. എത്ര ഓർമ്മിക്കുന്നുണ്ട്. ലഹരി കയറിയിരിക്കുന്നു. വീട്ടിലിരിക്കവേ സാക്ഷാത്കാരമുണ്ടാകുന്നു, അല്ലെങ്കിൽ അനായാസം കേട്ട് കേട്ട് നിശ്ചയമുണ്ടാകുന്നു. അതിനാൽ ബാബ പറയുന്നു, ഉള്ളിൽ തൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കൂ. നമ്മൾ എത്ര ഉയർന്ന പദവി നേടും? നമ്മുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണ്? ഏതെങ്കിലും ആഹാരപാനീയങ്ങളുടെ അത്യാർത്തി ഇല്ലല്ലോ. ഒരു ശീലവും ഉണ്ടായിരിക്കുവാൻ പാടില്ല. മുഖ്യമായ കാര്യമാണ് അവ്യഭിചാരി ഓർമ്മയിൽ ഇരിക്കുക. മനസ്സിനോട് ചോദിക്കൂ, നമ്മൾ ആരെയാണ് ഓർമ്മിക്കുന്നത്? എത്ര സമയം മറ്റുള്ളവരെ ഓർമ്മിക്കുന്നു? ജ്ഞാനവും ധാരണ ചെയ്യണം, പാപവും മുറിക്കണം. ചിലരാകട്ടെ ഇങ്ങനെയുള്ള പാപം ചെയ്തിട്ടുണ്ട്, ആ കാര്യം ചോദിക്കുകയേ വേണ്ട, ഇന്നത് ചെയ്യൂ എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ അവർ പറയുന്നു പരവശമാണ്, അല്ലെങ്കിൽ മായയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. ശരി, മായയ്ക്ക് വശപ്പെട്ട് തന്നെ ഇരുന്നു കൊള്ളൂ. നിങ്ങൾക്ക് ഒന്നുകിൽ ശ്രീമത്തനുസരിച്ച് നടക്കണം, അല്ലെങ്കിൽ തൻ്റെ മതമനുസരിച്ച്. ഈ അവസ്ഥയിൽ നമ്മൾ എത്രത്തോളം പാസ്സാകും, എന്ത് പദവി നേടും എന്ന് നോക്കണം. 21 ജന്മത്തേക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. എപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടാകുമോ അപ്പോൾ പിന്നെ ദേഹാഭിമാനത്തിൻ്റെ പേര് ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ പറയുന്നു, ദേഹി അഭിമാനി ആകൂ. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. യജ്ഞ പിതാവിൻ്റെ നിന്ന ഉണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യരുത്. ബാബയിലൂടെ ഏതൊരു റൈറ്റിയസ് ബുദ്ധി ലഭിച്ചുവോ ആ ബുദ്ധി കൊണ്ട് നല്ല കർമ്മം ചെയ്യണം. ആരെയും ദുഃഖിപ്പിക്കരുത്.
പരസ്പരം തലതിരിഞ്ഞ സമാചാരം ചോദിക്കരുത്. പരസ്പരം ജ്ഞാനത്തിൻ്റെ മാത്രം കാര്യങ്ങൾ സംസാരിക്കണം. അസത്യം, ആസുരീയം, കുടുംബം തകർക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഉപേക്ഷിച്ച് മുഖത്ത് നിന്നും സദാ രത്നങ്ങൾ പുറപ്പെടുവിക്കണം. ആസുരീയ കാര്യങ്ങൾ കേൾക്കരുത്, കേൾപ്പിക്കുകയും അരുത്. വരദാനം. 5 വികാരങ്ങളാകുന്ന ശത്രുവിനെ പരിവർത്തനപ്പെടുത്തി സഹയോഗി ആക്കി മാറ്റുന്ന മായാജീത്തും ജഗജ്ജീത്തുമായി ഭവിക്കട്ടെ. വിജയി ശത്രുവിൻ്റെ രൂപം തീർച്ചയായും പരിവർത്തനപ്പെടുത്തും. അപ്പോൾ താങ്കൾ വികാരങ്ങളാകുന്ന ശത്രുവിനെ പരിവർത്തനപ്പെടുത്തി സഹയോഗി സ്വരൂപമാക്കി മാറ്റൂ. അതിലൂടെ അവ സദാ താങ്കളെ അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കും. കാമവികാരത്തെ ശുഭകാമനയുടെ രൂപത്തിൽ, ക്രോധത്തെ ആത്മീയ ലഹരിയുടെ രൂപത്തിൽ, ലോഭത്തെ അനാസക്ത വൃത്തിയുടെ രൂപത്തിൽ, മോഹത്തെ സ്നേഹത്തിൻ്റെ രൂപത്തിൽ, ദേഹാഭിമാനത്തെ സ്വാഭിമാനത്തിൻ്റെ രൂപത്തിൽ പരിവർത്തനപ്പെടുത്തൂ. അപ്പോൾ മായാജീത്തും ജഗജ്ജീത്തുമായി മാറും. സ്ലോഗൻ. റിയൽ ഗോൾഡിൽ എൻ്റേതെന്ന ഭാവം തന്നെയാണ് അലോയ്. അത് വാല്യൂവിനെ കുറയ്ക്കുന്നു. അതിനാൽ എൻ്റേതെന്ന ഭാവത്തെ സമാപ്തമാക്കൂ. അവ്യക്ത സൂചന. കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ സേവനത്തിൽ എപ്പോഴാണോ ഒറ്റയ്ക്കാണ് എന്ന അനുഭവം ഉണ്ടാകുന്നത്, അപ്പോൾ ക്ഷീണിച്ചു പോകുന്നു. പിന്നെ 2 കൈകളുള്ളവരെ കൂട്ടുകാരനാക്കി മാറ്റുന്നു. 1000 കൈകളുള്ളവനെ മറന്നുപോകുന്നു. 1000 കൈകളുള്ളവൻ തൻ്റെ പരംധാമമാകുന്ന വീട് ഉപേക്ഷിച്ച് താങ്കൾക്ക് കൂട്ട് നൽകുവാനായി വന്നിരിക്കുന്നു എന്നിരിക്കെ ആ ഒന്നിനെ തന്നോടൊപ്പം കമ്പൈൻഡായി എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? സദാ ബുദ്ധി കൊണ്ട് കമ്പൈൻഡ് ആയിരിക്കൂ. അപ്പോൾ സഹയോഗം ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. പരിധിയില്ലാത്ത വിരക്തഭാവം എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഞാൻ പരിധിയുള്ള സർവ ആശ്രയങ്ങളുടെയും തീരങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ ഈശ്വരീയ ജന്മത്തിൽ എനിക്ക് ഏക ബലവും ഏക ആശ്രയവും സർവശക്തിവാനായ ബാബയാണ്. ബാബയാകുന്ന മഹാജ്യോതിയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാകുമ്പോൾ ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ നിറം എന്നിൽ പതിയുന്നു. സർവശക്തിവാനായ ബാബയുടെ സാമീപ്യം എന്നെ സർവശക്തി സമ്പന്നമാക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ബാബയുടെ ഈ സർവശ്രേഷ്ഠ സംഘത്തിലൂടെ ഞാൻ ലൈറ്റ് മൈറ്റ് സ്വരൂപമാകുന്നു. ഈ ശക്തിശാലി സ്വസ്ഥിതിയിൽ ഇരിക്കുമ്പോൾ മായയുടെയും പ്രകൃതിയുടെയും വിപരീത പരിതസ്ഥിതികൾ സാക്ഷി ദൃഷ്ടാവായി ഡ്രാമയിലെ ഒരു കളിയായി എനിക്ക് അനുഭവപ്പെടുന്നു.
സർവശക്തിവാന്റെ സർവശക്തികളുടെയും ഛത്രഛായയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ സർവ വിപരീത പരിതസ്ഥിതികളിൽ നിന്നും സുരക്ഷിതമാണ്. ഒരു ബാബ രണ്ടാമതായി ആരുമില്ല എന്ന ഈ ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ പ്രാപ്തികളാലും ആത്മാവ് അലങ്കരിക്കപ്പെടുന്നു. ഞാൻ വിജയീ രത്നമായി, വിശേഷ ആത്മാവായി, ഭാഗ്യശാലിയായി സ്വയം അനുഭവിക്കുന്നു. സാകാരത്തിലും ബാപ് ദാദയുടെ വരദാനി ഹസ്തവും ദിവ്യവും അലൗകികവുമായ കൂട്ടുകെട്ടും നിലനിർത്തി സർവശ്രേഷ്ഠവും അലൗകികവുമായ സ്വസ്ഥിതിയിൽ സാക്ഷ്യസ്ഥിതിയുടെ സിംഹാസനത്തിൽ ഞാൻ വിരാജിക്കുന്നു.